ഹലോ ഹലോ ഹലോ. ഇന്ന് ചക്ക വെച്ചിട്ട് നമുക്ക് പായസമായാലോ? ചക്കേനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് 2 വിസിൽ അടിച്ചെടുക്കാം. പിന്നെ സ്വീറ്റിനായിട്ട് 2 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. ചക്കേനെ പകുതി പോർഷൻ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയും നട്ട്സും. കടിക്കാൻ കിട്ടുന്ന ഒരു രസമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച തേങ്ങേനെയും നട്ട്സിനെ ഇട്ട് അതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കപ്പലിൽ ഇടുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അതൊന്ന് അവിടെ നിന്ന് കളറ് മാറട്ടെ. ഇവിടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ചിലർക്ക് കടിക്കാൻ കിട്ടണം, ചിലർക്ക് കടിക്കാൻ കിട്ടരുത്, ജസ്റ്റ് ഇങ്ങനെ വെള്ളം മാറി കുടിക്കാൻ കിട്ടണം, അങ്ങനെയാണ്. അപ്പോൾ 2 വഴിക്കാരെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മളെന്ത് വിചാരിച്ചു, ഇങ്ങനെ പകുതി ചക്കേനെ അടിക്കുകയും ചെയ്യാം, പകുതി ചക്കേനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, വേവിച്ചില്ലേ, അങ്ങനെ തന്നെ ഇടാം. അതിനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക, നെയ്യ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ മിക്സ് ആക്കിയില്ലേ, അടിച്ചെടുത്തില്ലേ, വെള്ളം ചേർക്കരുത് കേട്ടോ. ആ വേവിക്കുമ്പോൾ ഉള്ള വെള്ളം മാത്രം മതി. അടിച്ചെടുക്കുന്നുണ്ട്, അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ശർക്കര മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇതാക്കാം കേട്ടോ. 2 വേണമെങ്കിൽ 1 അച്ചായാലും മതി. ഞാൻ ആദ്യം ശർക്കര ഒഴിച്ചു, അത് വീഡിയോയിൽ കിട്ടിയില്ല, പിന്നെ രണ്ടാമത് ഒഴിക്കുകയാണ്. അരിച്ചെടുക്കണം കേട്ടോ ശർക്കര. ഇപ്പോഴത്തെ ശർക്കരയിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ല, എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി അരിച്ചെടുത്ത് ഒഴിക്കാം. ഞാൻ അരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് തേങ്ങ, കട്ടിപ്പാലാണ് വേണ്ടത്. ഏകദേശം 1 മുറിയുടെ തേങ്ങയുടെ പാല് ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പാല് നല്ലോണം കിട്ടും. അപ്പോൾ രണ്ടാമത് പാലെടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഫസ്റ്റ് പാലിൽ തന്നെ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ അവിടെ അരിച്ചെടുക്കട്ടെ. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടി. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ഷുഗറും ഇട്ട് 2 സ്പൂൺ ഷുഗറും ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ട് പൊടിഞ്ഞൊന്നുമില്ല, സാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊന്ന് തള വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. സെക്കൻഡൊന്നുമില്ല, ഫസ്റ്റ് ഒറ്റ പാലേ ഉള്ളൂ. ആ പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ലൂസ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. 1 സ്പൂൺ നെയ്യും ഇട്ട് നമുക്ക് ഇറക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ആ പാലും ആ ചക്കയും കൊണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നവരെ മിക്സ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് 1 സ്പൂൺ നെയ്യും ഇട്ട് നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ചൂടോടുകൂടി കുടിക്കേണ്ട, ചൂടോടുകൂടി ഞാൻ എപ്പോഴും തണുപ്പിച്ചിട്ടാണ് കുടിക്കുക. ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. ഇപ്പോൾ കടിക്കാൻ ആ കാഷ്നട്ടും പീനട്ടും പിന്നെ ആ ചക്കയൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഈ മഴയത്ത് ചൂട് വേണ്ടവർക്ക് ചൂടോടെയും തണുപ്പ് വേണ്ടവർക്ക് തണുപ്പോടുകൂടി കുടിക്കാം. ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.